അർജുൻ അങ്ങനെയെങ്കിൽ നേരത്തെ ശരത്ചന്ദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്. പ്രതീക്ഷ, അങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ പോലെ ഒരു സ്ട്രക്ചർ അല്ല ഭരണഘടന, അല്ലെങ്കിൽ ഭരണകൂട സ്ട്രക്ചർ ഇന്ത്യയെ പോലെയല്ല. പാകിസ്ഥാൻ രണ്ട് തട്ടിലാണ്. അവിടെ സൈനിക നടപടികൾ തീരുമാനിക്കുന്നത് ഒരു ഘടകമാണ്, മറ്റ് ഭരണത്തിന് മറ്റൊരു ഘടകമാണ്. അങ്ങനെ രണ്ട് ഘടകം രണ്ട് തട്ടുകളിലായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് മുകളിൽ തട്ടിപ്പോയി അത് താഴെ പാക് റേഞ്ചേഴ്സ് വരെ എത്തിയെടുക്കാനായിട്ട് സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് ശരിയാണ്, നമ്മൾ മറ്റൊരു തിരിച്ചടി പാകിസ്ഥാൻ്റെ അകത്തേക്ക് നടത്തുന്നതിന് മുൻപ് ഈ പറഞ്ഞ പോലെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് മണിക്കൂറുകളെങ്കിലും. ഇപ്പോൾ സൈന്യം തന്നെ ഒരു കാര്യം, സൈനിക വൃത്തങ്ങൾ തന്നെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ ലൈൻ ഓഫ് കൺട്രോൾ, അതായത് നമ്മുടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് എവിടെയും ഷെല്ലിംഗ് ഇല്ല എന്നുള്ള കാര്യം സൈന്യം പറയുന്നുണ്ട്. അതായത് ഷെല്ലിംഗ് ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ വ്യക്തമാവുന്നൊരു കാര്യം, പാകിസ്ഥാൻ റേഞ്ചേഴ്സും സൈന്യവും നിലവിൽ നടത്തുന്നത് സ്മോൾ ആംസ് ഫയറിംഗ് ആണ്. അതായത് വെടിവെപ്പ് നടക്കുന്നുണ്ട്, പക്ഷേ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചോ ഈ അതിർത്തി പ്രദേശങ്ങൾ, അതായത് നിയന്ത്രണ രേഖ കേന്ദ്രീകരിച്ചോ ഷെല്ലിംഗ് ഇല്ല എന്ന് പറയാം. വെടിവെപ്പ് തുടരുന്നുണ്ട്, പ്രകോപനം തുടരുന്നുണ്ട്. അതിന് ശക്തമായിട്ട് തന്നെ BSF തിരിച്ചടി നൽകുന്നുണ്ട്. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഡ്രോണുകൾ വിട്ടുകൊണ്ടുള്ള പ്രകോപനമുള്ളത്.